ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നുണ്ടല്ലേ നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ബിരിയാണി എത്തിക്കറ്. സ്പെഷ്യൽ ചെല്ലാന മസ്റ്റായിട്ട് ട്രൈ ആക്കും പോലത്തെ ഒരു ബിരിയാണി എത്തിക്കറ്. ചൊമ്മ ഈസി ആക്കുകയും ചൊമ്മ ಸುಲಭ ಮಸಾಲ ಹಾಕಿರೋರು ಸೊರಮೇ ಇಲ್ಲ ಈ ಬಿರಿಯಾನಿಗೆ ಕ್ವಿಕ್ಕಾಗಿಟ್ಟು ಮಾಕಿಟ್ಟಿಡ್ಕೋಡು ಅವತ್ಕಾರಿಗೆ ಗೆಸ್ಟ್ ಬಂಡಾರು ನಲ್ಲೊರು ಬಿರಿಯಾನಿ അടിപൊളിയാക്കി താക്കിട്ടിട്ക്കൊണ്ടുണ്ടായെങ്കിൽ ഈ ഒരു ബിരിയാണി നിങ്ങൾ ട്രൈ ആക്കും. അതേപോലെ ഉണ്ടല്ലേ ഇതിൽ നല്ലൊരു ഡ്രിങ്കുടെ റെസിപ്പിയും ഉണ്ടല്ലേ നിങ്ങളിട്ട് ഞാൻ ഷെയർ ആക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ ಚಾನಲ್ ನೋಡ್ರಂಗಂಟಾಯಂಗೆ ಒಂದು ಜಸ್ಟ್ ಚಾನಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿದ ವೀಡಿಯೋ ತಂದು ನೋಕರು. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക എന്തായെങ്കിലും മറക്കണ്ട. അപ്പോൾ ഊടുണ്ടല്ലേ ഈ ബിരിയാണി ആക്കുക ನಾನು 4 ಕಂಡರತ್ರ ನೀರುಳ್ಳಿ ಅಲ್ಪಿನ ಜಂಡು ಟೊಮೆಟೊ ಇರ್ತಾರೆ ಅಲ್ಪಿನ ಅವ್ರು ಬೆಳ್ಳಿ ಪೀಸ್ ಇಂಜಿರು ಕಟ್ಟಾಕಿ ತೆತ್ತೊಂಡ್ರೆ ಅಲ್ಪಿನ ತೆಲು ಬೆಳ್ಳುಳ್ಳಿയും എടുത്തോണ്ട്. നെക്സ്റ്റ് ഉണ്ടല്ലോ ഒരു 7-8 കായ്മുളകും എടുത്തോണ്ട്. അപ്പോൾ ഊടെ ഞാനിതൊരു ചോപ്പർക്ക് ഇട്ടിട്ട് എത്തിക്കറ് ചോപ്പാക്കറ്. അപ്പോൾ നിങ്ങളുടെ ചോപ്പർ ഇല്ലണ്ടെങ്കിൽ നീരുള്ളി പിന്നെ ടൊമാറ്റോ ഉണ്ടല്ലേ ഇതൊരു ചന്ത കട്ടാക്കിയിട്ട് എടുത്തത് അതിൽ പിന്നെ ഇഞ്ചും വെല്ലുള്ളി കായ്മുളക് ഒരു ക്രഷ് പല ആക്കിയിട്ടുണ്ടല്ലേ നിങ്ങൾ മിക്സി ജാറിൽ ഇട്ടിട്ട് ക്രഷ് ആക്കി തെത്തണ്ടായെങ്കിൽ മയ്യാവറും. ഇല്ലണ്ടായെങ്കിൽ കായ്മുളകും പിന്നെ ഇഞ്ചി ಬೆಳ್ಳುಳ್ಳಿರೋ ಪೇಸ್ಟ್ ಹಾಕಿ ತೆಡ್ತಂಡಾಯಂಗೂ ಮೈಯವರು. അപ്പോൾ ಊಡ ನಾನುಂಡಲ್ಲಿ എല്ലാം ചോപ്പാക്കിയിട്ട് ചോപ്പാക്കി തെടുക്കറ ബിരിയാണി ആക്കുക നല്ല ഈസി ഒരു ടൈമും നല്ല സേവ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതൊന്ന് നോക്കൂ ഞാനിവിടെ ചോപ്പാക്കി എತ್ಕೊಳല്ലേ ഇതൊന്ന് സൈഡിൽ വെച്ചിട്ട് നെക്സ്റ്റ് കൂടെ ನಾನು ಎರ್ಚಿ എടുത്തോണ്ട ಎರ್ಚಿರೊಂದು ಕಲ್ಗಿದು ಕ್ಲೀನಾಗಿ ಎತ್ಕೊಂಡ್ರೆ. അപ്പോൾ ഈ ഒരു ബിരിയാണി ആക്കുകയുണ്ടല്ലോ നിങ്ങൾക്ക് ഇറച്ചിയ കോഴിയ ഏതും ಅವರು ഏതിലും നല്ല ടേസ്റ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് ആക്കുക ಅವರು. അപ്പോൾ ഇവിടെ ಇದಕ್ಕೆ ನಾನುಂಡಲ್ಲಿ ഇപ്പോൾ ಕ್ರಷ್ ಹಾಕಿಟ್ಟು ಬೆಚ್ಚು ನೀರುಳ್ಳಿ ಟೊಮೆಟೊ ಎಲ್ಲ ಇಂತಲೇ ಅದಿಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ. ಅಲ್ಲಿ പിന്നെ ಅವ್ರ ಕೈಪಿಟ್ಟಿರತ್ತಾರೆ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಅವ್ರ ಕೈಪಿಟ್ಟಿರತ್ತಾರೆ ಅಂದರೆ ಪುದೀನ ಸೊಪ್ಪು അതിൽ പിന്നെ ഒരു തെല്ലുണ്ടല്ലേ 1 ടേബിൾ സ്പൂൺ അത്ര ഇടിബട്ട് സൊപ്പ് 1 ടേബിൾ സ്പൂൺ അത്ര ഗരം മസാല അതിൽ പിന്നെ 1 ടേബിൾ സ്പൂൺ അത്ര ನಾನು മഞ്ഞളുടെ പൊടി ടേസ്റ്റിಗೆ ಬೇನೆ എത്ര ഉപ്പ് 1 കപ്പ് അത്ര മോരെടുത്തോണ്ട തൈര് ഇതിത്ര ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയത് കൊടുക്കുന്നു. ഉടനെ നിങ്ങൾക്ക് ಬೇನುಂಟಾയെങ്കിൽ ബിരിയാണി മസാല ആഡ് ആക്കിയത് കൊടുക്കുರು. ഉടനെ ನಾನು ಗರಂ ಮಸಾಲ ಚೆನ್ನಲ್ಲ ಅದು ಆಲ್ ಇನ್ ಒನ್ ಮಸಾಲ ಐತಿಕ್ಕರು. അപ്പോൾ ಆಲ್ ಇನ್ ಒನ್ ಮಸಾಲ ಇಂತ್ಲಂಟಾയെങ്കിൽ ಗರಂ ಮಸಾಲ ಆ್ಯಡ್ ಹಾಕರು. ಆಲ್ ಇನ್ ಒನ್ ಮಸಾಲದ ಪೌಡರ್ ನಾನು നിങ്ങൾക്ക് ಬೇನುಂಟಾയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആക്കിയിട്ട് കേൾക്കുರು ലിങ്ക് ഷെയർ ആക്കിയിട്ട് തന്നെ. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലേ നല്ല പോലെ ഒന്ന് ഇറച്ചിക്ക് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നു. മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഒരു 1 ಗಂಟೆಯಂಗೆ ഉണ്ടല്ലേ ഇതിനങ്ങ് ഇങ്ങനെ മാരിനേറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് ಬಿಡೋನು. നല്ല ടേസ്റ്റി ಅವರು അടിപൊളി അവരവ എന്തായെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ആക്കിയിട്ട് നോക്കും പോലത്തെ ഒരു ബിരിയാണി. എപ്പം നിങ്ങൾക്ക് ഒരേ സ്റ്റൈലിൽ ബിരിയാണി ആക്കുകൊണ്ടല്ലേ മടുത്തിക്കറല്ലേ ബിരിയാണി തിന്നിട്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടല്ലേ ഡിഫറെൻ്റ് ആയതുകൊണ്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും ഒരു വെറൈറ്റി ബിരിയാണീൻ്റെ ചില ചുമ്മാ ഈസി ആക്കുക. ഇപ്പോൾ നോക്കൊരു ബിരിയാണി ആക്കണമെങ്കിൽ ഞങ്ങൾ നോർമലായിട്ട് നീരുള്ളി ടൊമാറ്റോ മസാല എല്ലാം ആക്കിയിട്ട് എടുക്കണല്ലേ. അപ്പോൾ ഈ ഒരു ബിരിയാണി കൂടെ അല്ലേ മസാല ആക്കിയിട്ട് എടുക്കുന്ന സ്വരമേ ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ಮ್ಯಾರಿನೇಟ್ ആക്കിയിട്ട് ಕೊತ್ತಂಡಾಯಂಗೆ ಐತೆ. അപ്പോൾ ഉടന്ന് ನಾನುಂಡಲ್ಲಿ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿ ಬೆಚ್ಚಿದ ಬಿಟ್ರೆ ഇപ്പോൾ ಇದ್ರವರು 1 ಗಂಟೆಯಂಗೂ ಬೇಕರು ಟೈಮ್ ಇಂತಂಟಾയെങ്കിൽ ഒരു 2 ಗಂಟೆ ಬೇಕರು. 1 ಗಂಟೆ ಬೇಕರೆങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ എന്ത് ಬೇಕಂಟಿಲ್ಲ ജസ്റ്റ് ഇങ്ങനെ പരത്തെ വെച്ചിട്ട് ಬಿಟ್ರು ഒരു 2 ಗಂಟೆ ടൈം നിങ്ങൾ ಬೇಕರಂಟಾയെങ്കിൽ അതിലൊന്ന് കവർ ആക്കിയത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ಬಿಟ್ಟೆಂಗೆ ಐತೆ. അപ്പോൾ ഒന്ന് ನನಗೆ ಹಿಂಗೆ ರ್ಯಾಪರ್ ಇಟ್ಟಿಟ್ಟು 1 ಗಂಟೆ ಟೈಮ್ ಹತ್ರ ನಾನು ಬೆಚ್ಚಿಟ್ಟು ಬಿಟ್ರೆ 1 ಗಂಟೆ ಆಯಿಲ್ പിന്നെ ಇದ್ರು ಡೈರೆಕ್ಟ್ ಕುಕ್ಕರ್ಗೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ. ಕುಕ್ಕರ್ಗೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಿತ್ತು ಇದಕ್ಕೆ ತೆಲ್ಲು ನಾನು 1 ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ವಿನೆಗರ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ. ವಿನೆಗರ್ ಒಂದು ಇಟ್ಟು ಲಿಡ್ರು ಕ್ಲೋಸ್ ಹಾಕಿತ್ತು ഇതിലൂടാണ് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും അതിൽ പിന്നെ ഒരു 4 വിസിൽ ലോ ഫ്ലെയിമിൽ ഇതിൽ കുക്കാക്കി തെടുക്കുക. അതഞ്ഞ് കുക്കായി ഇന്നപ്പോലെ റൈസ് ഒന്ന് ഞങ്ങൾ റെഡിയാക്കി തെടുക്കുക. ഒരു എടുത്തുകൊണ്ടല്ലേ തെല്ല് ഗീയും തെല്ല് ഓയിൽ ഇട്ടിട്ട് കൊടുത്തേ അതിൽ പിന്നെ ಕೆತ್ತೆ ಲವಂಗ ಎಲ್ತರ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ. ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಿತ್ತು ಇದಕ್ಕೆ ತನ್ನಿ ಬಿತ್ತರೆ ತನ್ನಿ ಎತ್ತರ ಬಿತ್ತರೆ ನಾನು ಹಿಂಗೆ ಚಳ್ರೆ ಉಡ ನಾನು ಅರಿ ಉಂಡಲ್ಲಿ നെയ്ച്ചോറ് ರೈ ಆಕರ ಅರಿ ಐತಿಕ್ಕರೆ ಇಡ್ತಾರೆ. അപ്പോൾ ನಿಂಗೆ ಬೇನುಂಟಾയെങ്കിൽ ബിരിയാണി അരി എടുത്തിട്ട് ബിരിയാണി ആക്കറ പോലെ നോർമൽ ആക്കിയിട്ട് വാർത്തിട്ടിടാം. ബട്ട് ഇവിടെ ಇದಕ್ಕೆ നല്ല ടേസ്റ്റ് ಐತಿ. ಇದೇ ಟೇಸ್ಟಲ್ಲಿ ನಿಂಗೆ ಬೇನುಂಟಾയെങ്കിൽ നെയ്ച്ചോറ് അരി ಐತಿಕ್ಕರೆ എടുക്കರೆ. അപ്പോൾ ഇവിടെ ನಾನು ಗಂಧಸಾಲ ಅರಿ എടുത്തോണ്ടെ. അപ്പോൾ തന്നി നോക്കുറും ഒരു സൈഡിൽ പാച്ച് കൊണ്ടുണ്ടല്ലേ പാച്ച് ചെയ്യുന്നപ്പോൾ ನಾನು ಇದಕ್ಕೆ ಅರಿയുടെ ವಾಶ್ ಹಾಕಿತ್ತು ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ. ಅರಿ ನಂಗೆ ನಾರ್ಮಲ್ ಆಯಿತು ನೇಚರ್ ಹಾಕಿ ತೆಡ್ಕಲೆ ಗಂಧಸಾಲೆರು ಸೇಮ್ ಅದೇ ನೇಚರ್ ಹಾಕಿ ತೆಡ್ತಂಟಾಯಂಗೆ ಐತೆ. ಲಿಡೊಂದು ಕ್ಲೋಸ್ ಹಾಕಿತ್ತು ನಾನುಡೆ ನೇಚರ್ಗೊಂದು ಬೇಕರೆ ತಂಜೆ ಕುಕ್ಕಾಯ ಪಲೆ ಇಪ್ಪತ್ತು ಕುಕ್ಕರ್ലുണ്ടല്ലേ എർച്ചിയും ഞങ്ങൾ കുക്കായിട്ട് ಬಂದರು. ഒരു സൈഡിൽ നീരുള്ളിയും ഞങ്ങൾ ബിരിയാണിക്ക് ബെനായിട്ട് ഫ്രൈ ആക്കിയിട്ട് മെടുത്തರೆ. അപ്പോൾ ഇറച്ചി ഒന്ന് നോക്കൂ കറക്റ്റായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ಬಂದರೆ പിന്നെ ഒന്ന് ഇറച്ചി ಬೇಯುമ്പോൾ തന്നി എന്തും ആഡ് ആക്കണ്ട ഡയറക്റ്റായിട്ട് ഓയിൽ എന്തും ഇടുകയില്ല. ജസ്റ്റ് ഉണ്ടല്ലേ ಇದಕ್ಕೆ
ನಂಗೆ ಬೇಗ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ಬಂದ್ರೆ ഇപ്പം നല്ലൊരു ഗമ ಬಂದುಂಟುಂಡು അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറും റെഡി ആയിട്ട് കിട്ടിയത് അപ്പോൾ വെച്ചത് കയറ്റിക്കിற ಅದರ പൊಗೆ ഉണ്ടല്ലേ ക്യാമറത്ത് കടിக்கிறേ അപ്പോൾ ചോറൊന്ന് റെഡി ആയിട്ട് ಬಂದಿರಲಿ റെഡി ആയിട്ട് ಬಂದೋಲ್ പിന്നെ ಬೆಂದು ಎರ್ಚಿರು ನಾನು ಇನ್ನೊರು ಎಡ್ತಿಗೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ അപ്പോൾ ഇവിടെ തെല്ലി എരിച്ചിട്ട് ചാലുണ്ടല്ലേ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ട് അതെന്തൊക്കെ ചെന്ന് നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റിൽ ചെല്ലട്ടെ അപ്പോൾ ഇവിടെ ഒന്ന് നോക്കൂ ഇവിടെ നിങ്ങൾക്ക് ಬೇರೆಂಟಾയും കൂടല് ജീരകശാല എടുക്കുക ബട്ട് ഗന്ധസാല എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുക പിന്നെ നിങ്ങൾ ബിരിയാണി അറയിൽ ഇറക്കിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ ബത്തുപാട്ടൊന്നുണ്ടില്ല നോർമലായിട്ട് ഞങ്ങൾ ബിരിയാണി ആക്കുമ്പോഴത്തേക്കോ ബിരിയാണി ആക്കിയിട്ട് അരിയുടെ ഭാഗത്ത് തിരക്കറല്ലേ അങ്ങനെ എടുക്കുക ബട്ട് ഇത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറ് അരിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ടേസ്റ്റ് കിട്ടുക ഈ കോഴിക്കോട് ബിരിയാണി ചെല്ലറല്ലേ അതേറ്റിക്കറി ഇത് നല്ല ടേസ്റ്റി ആവും പിന്നെ ഞാൻ ഇത് നിങ്ങൾക്ക് ആക്കിയിട്ടായി പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു റിയാക്ഷനും എങ്ങനെ ഇത് ചെല്ലത് നിങ്ങൾക്ക് ചെല്ലത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് കോഴിക്കോട് സൈഡിലേ ഉണ്ടല്ലേ ഇന്നേ അപ്പുറമേ ഒരു 7-8 ഇയേഴ്സ് ഉണ്ടല്ലോ അവിടെ പഠിക്കൊക്കെ പോയി തിന്നത് പഠിക്കുന്ന ടൈമിൽ അപ്പോൾ അവിടെ ഒരു ബിരിയാണി തിന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് നല്ല ടേസ്റ്റും ಅವರು അപ്പോൾ ഊടുണ്ടല്ലോ ഞാൻ റൈസ് ഒന്ന് ഇട്ടിട്ട് കൊടുത്തതായി പിന്നെ ಅದಕ್ಕೆ ತೆಲು ಫ್ರೈ ಹಾಕಿಟ್ಟು ಬೆಚ್ಚ ನೀರುಳ್ಳಿ ಆಲ್ಪಿನ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಆಲ್ಪಿನ ತೆಲು ಪುದೀನ ಸೊಪ್ಪು ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ ಲಾಸ್ಟಿಗೆ ನಾಚದ್ಮೇಲೆ ഒരു ಬೌಲ್ಡ್ ಹತ್ರ ತೆಲು ಕರಿ ಎಡ್ತು ಬೆಚ್ಚಿರಾಚು ಅಂತೂ ಅದರ ಗ್ರೇವಿ ಅದೊಂದು ಇದಕ್ಕೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕೊಂಡು ಅದರ ಮೇಲಿಗೆ ಊಡ ನಾನು ಏದೇ ഒരു ഫുഡ് കളർ ഉണ്ടല്ലേ ആഡ് ആക്കിയിട്ട് കൊടുത്തില്ല എന്നുവെച്ചാൽ നിങ്ങൾ ഫുഡ് കളർ ഞങ്ങൾ തടിക്ക് വന്നാൽ മറ്റത് നല്ലല്ല ഞങ്ങൾ വയസ്സರಂಗೆ కాబట్టి ಮಕ್ಕಳಿಗೆ కాబట్టి കൊടുക്കുമ്പോൾ ವಯಸ್ಸು ಮಕ್ಕಳಿಗಂಟಲ್ಲ ನನಗೆ ನಲ್ಲಲ್ಲ ಬಟ್ ಆ ಥರ ಸ್ಕಿಪ್ ಆಗಿ ಹೆಂಗೆ ನಲ್ಲ ಬಟ್ ಫುಡ್ ಕಲರ್ ಇಡ ಅಂಟಮೇ ನಲ್ಲವ್ರು ಬಿರಿಯಾನಿ ರೆಡಿ ಅವರು ಜಸ್ಟ್ അങ്ങനെ ಅದರ ಗ್ರೇವಿಯ ಮೇಲೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾನೆ ಹೆಂಗೆ നല്ല കലറും ಬಂದು കിട്ടുക അപ്പോൾ ഇവിടുന്ന് ನಾನು ಎಲ್ಲ ആയിട്ട് ആയപ്പിനുണ്ടല്ലേ ಅದರ ಮೇಲ್ಗೆ ತೆಲ್ಲ ಗೀവും ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ ಆಯಿಲ್ ಪಿನ್ ಎಂದು വെച്ചത് ഇങ്ങനെ ഹോൾസ് ആക്കിയിട്ട് കൊടുക്കുന്നു ഹോൾസ് ആക്കിയിട്ട് കൊടുത്തിട്ട് ಹೆಂಗೆ ಬೇಗ ನಂಗೆ ದಮ್ ಬಂದು കിട്ടുക ನಂಗೆ ഇല്ലിട്ട് ಹೆಂಗೆ ದಮ್ ಬರೋಕೆ നല്ല ടൈം എടുക്കുക അങ്ങനെ ഹോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തേക്കൊണ്ടല്ലേ ಅದರ ಆ ಹೋಲ್ಸಲು ಬೇಗಮೇ ಉಂಡಲ್ಲಿ ಕುಕ್ ಆಯ್ತು ದಮ್ಮು ನಂಗೆ ಬೇಗ ಬಂತು ರೈಸ್ ಪರ್ಫೆಕ್ಟ್ ಆಯ್ತು കിട്ടുക പിന്നെ ನಂಗೆ ഇവിടെ ചോറ് ಹಾക്കുമ്പോൾ നെയ്ച്ചോറ് ಹಾക്കുമ്പോഴത്തേಗೂ ഒരു 90% ಹತ್ರ നെയ്ച്ചോറ് കുക്ക് ಹಾಕೋರು ബാക്കി ഇರೋದುണ്ടല്ലേ ನಂಗೆ ದಮ್ ಹಾಕಿ 10% ದಮ್ ಹಾಕಿಟ್ಟು എടുക്കുമ്പോൾ ನಂಗೆ ಪರ್ಫೆಕ್ಟ್ ಆಯ್ತು ಬಂಡು അപ്പോൾ നെയ്ച്ചോറ് ಹಾക്കുമ്പോൾ അതേപോലെ ചുമ്മാ ഓവർ ആയിട്ട് കുക്കറിൽ നിങ്ങൾ നെയ്ച്ചോറ് ಹಾಕೋಕೆ പോയിട്ടുണ്ടെങ്കിൽ എന്തൊരു വെച്ചതുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് കുക്കാവും ബട്ട് ദം ആക്കിയിട്ട് എടുക്കും പിന്നെ തെല്ലി ആരമേ കുക്കായപ്പോലെ അവരും അപ്പോൾ എനിക്കിങ്ങനെ ഞാനിങ്ങനെ പിന്നെ ചോറ് തന്നിര മെജർമെൻറ്റ്സ് ಅಂತಲೇ ഇവിടെ ഒരു കപ്പ് അത്ര അരിക്കുണ്ടല്ലേ 1.5 കപ്പ് അത്ര എത്തിക്കറ് തന്നി നെയ്ച്ചോറ് അരിക്ക് ಬೇಕ್ರೆ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് അത്ര തന്നി ഇവിടെ ನಾನು ഒരു ಸೇರ್ ಹತ್ರ ಅರಿಕೆ ಬೇನೆ ಹತ್ರ ತಂದಿರೋ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ അപ്പോൾ ഇവിടുന്ന് നോക്കൂ ദമ്മ എടുത്ത് താഴെ പിന്നുണ്ടല്ലേ മേലത്തെ ഈ ചോറ് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നു എങ്ങനെ നോക്കൊരു ಬಿಡಿ ಬಿಡಿ ಆಯ್ತು ಬಂದಿರ್ಚಂತು നല്ല പെർഫെക്റ്റ് ആയിട്ട് ಬಂದು അപ്പോൾ ನಾನು ಉಂಡಲೆ ಮೇಲ್ത്തെ ഒരു ചോറ് ಇನ್ನೊരു இடத்துக்கு ഇട്ടിട്ട് കൊടുത്തിട്ട് അടിയത്തെ ഈ ചോറുണ്ടല്ലേ ഇതൊന്ന് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായെങ്കിൽ മസാലക്ക് നല്ല മിക്സ് ചെയ്ത് കിട്ടുക നല്ല ടേസ്റ്റി അവരവ സീരിയസ്ലി ನಾನು ಹಾಕಿರೋ ಅಂತ ಹೇಳ್ರಲ್ಲ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് എന്തായെങ്കിലും ട്രൈ ആക്കും നിങ്ങൾക്ക് എന്തായെങ്കിലും ബിരിയാണി എന്തായെങ്കിലും ആക്കുകയെങ്കിൽ എന്തായെങ്കിലും ഈ ഒരു ബിരിയാണി നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കുರು ಚೆಲ್ಡನ ನೋಕುರೆ ಎಂದಾಯಂಗು ಅತ್ತರ ഒരു ടേസ്റ്റ് ചെയ്തിക്ക് ചുമ്മാൽ ನಾನು ಹಾಕಿರೋ ರೆಸಿಪೀಸ್ ಉಂಡಲ್ಲ ಹಾಕಿತ್ತು ನಕ್ಕೆ ഓരോരുക്കൊണ്ടല്ലേ കമൻറ്റ് ആക്കിയിട്ട് ചെല്ലാറ് ഓരോർക്ക് ಪರ್ಸ್ನಲ್ ಮೆಸೇಜ್ ആക്കിയിട്ടും ചെല്ലാറ് ഈ ഒരു റെസിപ്പി ഞങ്ങൾ ട്രൈ ആക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങളൊരു ഫീഡ്ബാക്ക് കേൾക്കുമ്പോണ്ടല്ലേ ഞങ്ങൾക്കും ഒരു മോട്ടിവേറ്റ് ആയപ്പോൾ അവിടെ ഇന്നും എന്തായെങ്കിലും സ്പെഷ്യൽ റെസിപ്പീസ് ആക്കിയിട്ടിടാണ്ട് അപ്പോൾ എന്തായെങ്കിലും ഈ ഒരു ബിരിയാണി ഉണ്ടല്ലേ മിസ്സാക്കാണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കൂ അങ്ങനെ പിന്നെ ഉണ്ടല്ലേ ഞാൻ ഇതൊന്ന് ജസ്റ്റ് മസാലയുടെ ഒരു പ്ലേറ്റിಗೆ ഇട്ടിട്ട് കൊടുത്തു അതിൽ പിന്നെ ಅದರ ಮೇಲ್ಗೆ ನಂಗೆ ഇങ്ങനെ ഈ പ്ലെയിൻ ചോറുണ്ടല്ലോ ಅದರ ಮೇಲ್ತು ಅದರೊಂದಿങ്ങനെ സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായെങ്കിൽ ഞങ്ങളെ ബിരിയാണി ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് റെഡി ചെയ്ത് കിട്ടുക പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ ಇಂಥ ടേസ്റ്റ് വെച്ചിട്ട് ಅದರ റിവ്യൂവും നിങ്ങളായിട്ട് ഷെയർ ആക്കുക പിന്നെ നല്ലൊരു ഡ്രിങ്ക് റെസിപ്പി ഡ്രിങ്ക് ചെന്നിട്ടാണ് ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ലിംബെറ സർബത്ത് ആക്കറല്ലേ നോർമലായിട്ട് ലിംബെറ സർബത്ത് ആക്കറല്ലേ അപ്പോൾ ആക്കുമ്പോഴത്തേക്കും തെല്ലിങ്ങനെ വെറൈറ്റി പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയ ഒരു സർബത്തുണ്ടല്ലോ ഞങ്ങൾക്ക് കിട്ടുക അപ്പോൾ ബിരിയാണി എന്തായെങ്കിലും ആക്കുമ്പോഴത്തേക്ക് എന്തായെങ്കിലും ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ಬೇನೆಯല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളിട്ട് അതും ഷെയർ ആക്കിയിട്ട് തന്നെ അപ്പോൾ ഞങ്ങൾ ബിരിയാണി ಅಂತ ರೆಡಿ ಆಯಿತು ಜಸ್ಟ್ ನಾನು ಫೋಟೋ ಇಟ್ಕೊಂಡಲ್ಲ ಅದರ ಮೇಲ್ಗತೆಲ್ಲ ನುಪ್ಪಡೆ ಕುಕ್ ಹಾಕಿಟ್ಟು ದಮ್ಮು ಬೇಕುಂಬೆ ಬೆಚ್ಚ ಲೆಂಬೆ ಉಂಡಲ್ಲ ಅದರೊಂದು ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಿತ್ತು ಇದೊಂದು ಸೆಟ್ ಹಾಕಿತ್ತು ಎರ್ತೊಂದಿಲ್ಲ ಅದರ ಮೇಲ್ಗೆ ತೆಲ್ಪಿನ ಆನಿಯನ್ ಫ್ರೈ ಹಾಕಿದ್ದು ತೆಲ್ಲ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾರೆ ബാറിനല്ലേ കോഴിക്കോടിനാണ് ഇപ്പോൾ കുട്ടിയെല്ലാം തിന്നുന്നത് ക്യാൻറ്റീനിൽ കിട്ടിയ അവിടെ
ಹಾಂ ಕೋಳಿಕೋಡು ಕುಟ್ಟಿಯಲ್ಲಿ ಅವ್ರದ್ದು ಬಿರಿಯಾನಿ ಎಷ್ಟು ಸಲ ಸರಿ ಬಂದ್ರ ಎತ್ತರ ಹೆಂಗು അവിടെ ബിരിയാണി ഇങ്ങനത്തെ കിട്ടും വെള്ളയറിയിലെല്ലാം ആക്കത്തേ ഇല്ല ನೇಚರ್ അവിടെ നിന്നല്ലേ അവിടെ വന്നിട്ട് കൂടെ ഒരു ബിരിയാണി തിരുമ്പത്തര കുസിയ പേര് അവിടെ നെയ്ച്ചോറായിരുന്നു ബിരിയാണി ആയിരുന്നു ഇപ്പോൾ ഔഡർ തിരുന്നത് ഇപ്പോൾ ഉടമേ ഉള്ളല്ലേ ഊഡർ ബിരിയാണി ഉണ്ടല്ലേ അതിലിപ്പോൾ ഔഡർ ബിരിയാണി നല്ല കാണും പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടല്ലേ ഔട്ട് ഫുഡെല്ലാം തിന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ಬಟ್ ನಾನು ಎಂದ್ರೆ ಹೆಂಗೆ ಸ್ಪೆಷಲ್ ರೆಸಿಪೀಸ್ ಅಂದರೆ ಹೆಂಗೆ ಹಾಕೊಂಬೋದಕ್ಕೂ ಮುನ್ನಲ್ಲಿ ತಿಂಡೋದಿಗೆ ಇದು ಅವಡಿಕ್ಕೊಂಬೋದು ತಿಂಡದ್ದು ನೆನಪು ಅವ್ರು ಚಂದಂದ್ರೆ ಹೆಂಗೆ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കരുത് അപ്പം നിങ്ങൾ നല്ലൊരു നോർമൽ ഇത് നിങ്ങൾ ലിംബർ സർബത്ത് ആക്കാറുണ്ട് ಹೆಂಗೆ ಜಸ್ಟ್ ഇങ്ങനെ ആക്കിയിട്ട് നോക്കൂ ലിംബർ സ്ലൈസ് പീസ് ഉണ്ടല്ലേ ಸಪೂರ ಪಲ ಕಟ್ಟಾಕಿತ್ತು ಇಟ್ಟಿಟ್ಟು ಕೊಟ್ಟಿತ್ತು ഒരു ಎಂದರೆ ഒരു എടുത്ത് ഇട്ടിട്ട് കൊടുത്ത ടൈം കഴിത്ത് അതിൽ പിന്നെ അയക്കത്തെല്ലാം ഒരു പാതി കൈ പിടിയിരത്ര പുതിന ചൊപ്പുറ് ഉണ്ടല്ലേ ഇട്ടിട്ട് കൊടുക്കും പിന്നെ ഒന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിന ചൊപ്പ് ഇട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലേ നിങ്ങൾ ഇടി പല പുതിന ചൊപ്പുറ ഇടണ്ട ജസ്റ്റ് ಅದ್ರ ಚಾಕಲ್ದಲ್ಲಿ ಕಟ್ಟಾಕಿಟ್ಟು ಇರ್ತದೆ ನಾರ್ಮಲಿ ಇದು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪೆಲ್ಲ ಮುರ್ಚಿತ್ತಿರ್ಕಿಲ್ಲ അതേപോലെ പുതിന ചൊപ്പുറുണ്ടല്ലേ മുറിച്ചിട്ട് ഈ എടുത്തുകൊണ്ട് ഇട്ടിട്ട് കൊടുക്കറു ഇട്ടിട്ട് കൊടുത്തതായ പിന്നെ ഈ ഒരു പീസ് ഇഞ്ചി ഇട്ടിട്ട് കൊടുക്കണം ഇഞ്ചി ഇട്ടിട്ട് കൊടുത്തതായ പിന്നെ നോർമലായിട്ട് നമുക്ക് എത്ര ഷുഗർ ಬೇನು അത്ര ഷുഗർ ഉണ്ടല്ലേ ആഡ് ആക്കിയിട്ട് കൊടുക്കണം മധുരത്തിക്ക് ಬೇನೆ എത്ര പന്തര ഇട്ടിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ട് ടൈം കഴിത്ത് ഈ ലിംബെറോ ഒരു അതൊരു സ്കിന്നോட ഫ്ലേവർ ഉണ്ടല്ലേ ഈ ജ്യൂസ് ഞങ്ങൾക്ക് കിട്ടണം അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും ഈ പുതിനം ലിംബെറോ ഫ്ലേവറും അതിൽ പിന്നെ അതിലൊരു സ്കിന്നൊരു ഫ്ലേവറും ಬಂತುണ്ടല്ലേ നല്ല അടിപൊളി ടേസ്റ്റി ആവും നല്ല മാത്രം ഇങ്ങനെ കുത്തി എടുക്കണം ആ കുത്തി എടുക്കുമ്പോൾ അതിലേക്ക് ഒരേ പന്തരം മെൽട്ടാവും അതിൽ പിന്നെ ಇದಕ್ಕೆ ജണ്ട് ലിംബെറോ തന്നിമുണ്ടല്ലേ അതൊരു പ്ലെയിൻ ജ്യൂസ് ഉണ്ടല്ലോ ലിംബർ അതും ഞാൻ ഇട്ടത് കൊടുക്കുറേ ಎಂಚಂದಿಟ್ಟಾಗ ಅದಲ್ಲಿ ಆರಾಮಿ ಕ್ವಾಂಟಿಟಿಲಿ ಹಾಕಿಟ್ಟು എടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ അതിൽ പിന്നെ ಇದಕ್ಕೆ ನಾನು ಐಸ್ തന്നി ಐತಿ ഇട്ടിട്ട് കൊടുത്തത് ഐസ് ക്യൂബും പിന്നെ ഐസ് തന്നി ഉണ്ടല്ലേ അത് ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കൂടെ എനിക്ക് ಬೇನುಂಟಾയെങ്കിൽ ജസ്റ്റ് തെല്ല് ഉപ്പിടുക ബട്ട് നക്കുണ്ടല്ലേ അങ്ങനെ ഉപ്പിട്ടെങ്കിൽ അത്ര ഒരു ഇഷ്ടമാവില്ല അത് കൊണ്ടിട്ട് ನಾನು ഉപ്പെന്തും ಆ್ಯಡ್ ಆಗಿ ಉಪ್ಪೈತಿಲ್ಲ ಜಸ್ಟ್ ಪಂತರ ಕಲಂಗತೋಲೆ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായെങ്കിൽ ಆಯಿತು ಫೈನಲಿ ಇದಕ್ಕೆ ಜಸ್ಟ್ ನಾನು ಡೆಕೋರೇಷನ್ಗೆ ഒരു ലിംബെ വെച്ചിട്ട് ഇതിലൊന്ന് സെർവ് ആക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ ഉണ്ടല്ലേ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായെങ്കിലും ലൈക്ക് ആക്കുറു അതേപോലെ കമൻറ്റ് ആക്കുകയും മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കാൻ നോക്കണം കണ്ടെങ്കിൽ എന്തായെങ്കിലും സബ്സ്ക്രൈബ് ആക്കിയിട്ട് നോക്കുറു